കരവശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓക്കെ, നമുക്ക് ആമേൻ അന്യഭാഷകളുടെ വിവിധ തലങ്ങളെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോഴും അതിൻ്റെ ചില കാര്യങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരുന്നു. നമുക്കിന്ന് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഒരുമിച്ച് പഠിക്കാം. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം നമുക്ക് ഒരുമിച്ച് വായിച്ചുകൊണ്ട് ആരംഭിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം. ബൈബിൾ കൊണ്ടുവന്ന എല്ലാവരും എടുക്കണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം ഒരുമിച്ച് വായിച്ചോളൂ. ഞാൻ ഒരു കാര്യം മറന്നുപോയി. ഞാൻ ഇതിക്ക് മുമ്പ് വന്നപ്പം താഴെയായിരുന്നല്ലേ ആരാധന. പക്ഷെ ഇന്ന് ദൈവം നമുക്ക് ഇത്രയും നല്ല സൗകര്യങ്ങൾ തന്നു. അതിനായി കരമടിച്ചൊന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വളരെ നന്നായിരിക്കുന്നു. ബാക്കി പണികളും ദൈവം വേഗം തീർക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇത്രയും കർത്താവിൻ്റെ ദാസനൊക്കെ എന്തോരം കണ്ണുനീരൊഴുക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാകും അല്ലേ. ഇതിന് പിൻപിൽ ഇത്രയൊക്കെ ആക്കിയെടുക്കാൻ ദൈവം നമ്മളോട് കരുണ ചെയ്തല്ലോ. ഇത്രയും നല്ലൊരു എന്താ പറയുക സൗകര്യം ദൈവം നമുക്ക് തന്നല്ലോ. ആമേൻ. ഇതിന്റെ ബാക്കി പണികളും ദൈവം തക്ക സമയത്ത് തീർക്കും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. എനിക്കിങ്ങനെ ഈ ദേശങ്ങളിൽ പല സഭകളിൽ വരാനുള്ള അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആദ്യ സമയങ്ങളിലൊക്കെ വന്നപ്പോൾ ഇതുപോലെ പല സഭകളും ചെറുതായി തുടങ്ങിയിരുന്നു. പിന്നീട് കുറേ സഭകളിൽ പണികൾ തീർത്ത് കയറുവാനും അവരോട് കൂടെ ആരാധിക്കാനുള്ള ഭാഗ്യം ദൈവം തന്നിട്ടുണ്ട്. നിങ്ങളോട് കൂടെയും ഒരു അവസരം ദൈവം തന്നതിന് ദൈവത്തിന് നന്ദി പറയുന്നു. കർത്താവിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, വായിച്ച വാക്യം നമുക്ക് ഒരിക്കൽ കൂടെ വായിക്കാം. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 4-ാമത്തെ വാക്യം എല്ലാവരും ഒരിക്കൽ കൂടെ വായിച്ചോളൂ. ഓക്കെ. അവർകൾ എല്ലാവരും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട് ആവിയാണവർ തങ്ങൾക്ക് തന്തരുളിന് വരത്തിൻപടി വെവ്വേറെ ഭാഷകളിലെ പേശി തുടങ്ങിനാറുകൾ. ശരിക്കും അന്യഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങളോട് ആരെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്കൊറ്റ വാർത്തയിൽ പറയാൻ പറ്റുന്ന മറുപടിയാണ് ആവിയാണവർ പേശുവാനായി നൽകുന്ന വാർത്തകളാണ് അന്യഭാഷ. ഒരു പാസ്റ്ററല്ല, സഭയല്ല, സംഘടനയല്ല, പെന്തക്കോസുകാരല്ല, ആവിയാണവർ പേശുവാനായി നൽകുന്ന വാർത്തകളാണ് അന്യഭാഷ എന്ന് പറയുന്നത്. 4 വിധമാണ് ആവികൾ ഈ ഭൂമിയിൽ ഉണ്ട്. മനുഷ്യരുടെ ആവിയുണ്ട്, പിശാചുക്കളുടെ ആവിയുണ്ട്, ആമേൻ, ദേവനുടെ ആവിയുണ്ട്, ദൂതர்களுടെ ആവിയുണ്ട്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, 4 വിധമാണ് ആവികൾ ഈ ഭൂമിയിലുണ്ട്. മനുഷ്യരുടെ ആവി, പിശാചുക്കളുടെ ആവി, ദേവദൂതர்களுടെ ആവി, ദേവനുടെ ആവി. ഇതിൽ ഏത് ആവിയാണ് നമുക്ക് അന്യഭാഷ നൽകുന്നത്? ബൈബിൾ പറയുന്നു പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട്. അപ്പോൾ പരിശുദ്ധ ആവിയാണ് നമുക്ക് അന്യഭാഷ തരുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. 4 ആവികളും അന്യഭാഷകൾ അല്ലെങ്കിൽ ഭാഷകൾ പേശും. മനുഷ്യരുടെ ആവി ഭാഷകൾ പേശും, പിശാചുക്കളുടെ ആവി ഭാഷകൾ പേശും, ദൂതர்களுടെ ആവി ഭാഷകൾ പേശും, ദേവനുടെ ആവിയും ഭാഷ പേശും. ഇതിൽ നമുക്ക് രക്ഷിക്കപ്പെട്ടൊരു ദൈവ പൈതലിന് അന്യഭാഷ നൽകുന്നത് പരിശുദ്ധാവിയാണ്. ആ ആവിയുടെ 3 പ്രത്യേകത ഇയ്യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് വായിക്കാം. ഇയ്യോബ് അതിന്റെ 33-ാം അധ്യായം അതിനുടെ 4-ാമത് വചനം. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം അതിനുടെ 4-ാമത് വചനം. ഇയ്യോബ് 33 അതിനുടെ 4-ാമത് വചനം വായിച്ചോളൂ. ഒന്നുകൂടെ വായിച്ചേ, ഒരുമിച്ച് വായിച്ചേ. ദേവനുடைய ஆவியானவர் என்னை உண்டாக்கினார், സർവ വല്ലവരുടെ ശ്വാസം എനിക്ക് ഉയിർ കൊടുത്തത്. അവിടെ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്, ദേവനുടെ ആവിയാണവർ എന്നെ ചെയ്തു, എന്നെ ഉണ്ടാക്കിനാർ, സർവ വല്ലവരുടെ ശ്വാസം എനിക്ക് ഉയിർ കൊടുത്തത്. അപ്പൊ നമുക്ക് അന്യഭാഷ തരുന്ന പരിശുദ്ധാവിയെ 3 കാര്യം അവിടെ പറയുന്നുണ്ട്. 1, നമ്മെ ഉണ്ടാക്കിയ ആവിയാണ്. 2, സർവവല്ലവരാണ്. 3, നമുക്ക് ഉയിർ കൊടുക്കുന്നവരാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ദൈവമക്കളെ, നമുക്ക് അന്യഭാഷ നൽകുന്നത് ഒരു അന്യ ആവിയല്ല.
നമുക്ക് കണ്ണുകളും മൂക്കും നാക്കും ശരീരവും ഉണ്ടാക്കിയ ആവി തന്നെയാണ് നമുക്ക് അന്യഭാഷ തരുന്നതും. മനസ്സിലാക്കുന്നവർ ചേർന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അതുകൊണ്ട് നമ്മൾ അന്യഭാഷ പേസുമ്പോൾ നമ്മുടെ വാഴ്ക്കയിൽ ഉയിർ കിടക്കും. ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം, നമ്മൾ അന്യഭാഷയൊക്കെ പറഞ്ഞ് ആരാധിക്കുമ്പോൾ ഒരുപാട് പേര് നമ്മളെ കളിയാക്കും. ഇവർക്ക് വട്ടാണ്, ഭ്രാന്താണ്, വേറെ പണിയില്ല, രാവിലെ തന്നെ ആട്ടം തുടങ്ങി, ഇവർക്ക് അരപ്പിരി നട്ട് ഇളകി കിടക്കുകയാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കളിയാക്കാറുണ്ട്. കളിയാക്കുന്ന ആരും നമ്മെ ഉണ്ടാക്കിയിട്ടില്ല. കരമേർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. 10,000 പേര് കളിയാക്കിയാലും ഈ കളിയാക്കുന്ന ഒരു നബർ കൂടി നമ്മെ ഉണ്ടാക്കിയിട്ടില്ല. നമ്മെ ഉണ്ടാക്കിയ പരിശുദ്ധാവിയാണ് നമ്മുടെ നാവിൽ അന്യഭാഷ തരുന്നത്. അതുകൊണ്ട് അന്യഭാഷ പേസുവതർക്ക് വെക്കപ്പെട വേണ്ട. കരമേർത്തി ഹല്ലേലൂയ. അന്യഭാഷ പേസുമ്പോൾ ഇല്ലാത്തതേ ദേവൻ ഉള്ളതേ പോലെ വിളിച്ചു വരുത്തും. അതിനൊരു ഉദാഹരണം പറയട്ടെ. ഇവിടെ എടൈക്കോട് അസംബ്ലീസ് ഓഫ് ഗോഡ് ചർച്ചില് ഞാൻ കഴിഞ്ഞ നവംബറിൽ ഒരു മീറ്റിങ്ങിന് പോയി. അപ്പൊ ദൈവമക്കളെ, ജോഷുവ എന്ന് പറയുന്ന ഒരു ബ്രദർ പൊരുത്തന ചെയ്താണ് മീറ്റിംഗ് വെച്ചത്. ഈ ബ്രദർ സാക്ഷ്യം പറഞ്ഞത് 2016 ജോഷുവ ബ്രദറിന്റെ 2 കണ്ണിന്റെ കാഴ്ചയും നഷ്ടപ്പെട്ടു പോയി. മാർത്താണ്ഡത്തും നാഗർകോവിലുമുള്ള ആശുപത്രികളിൽ പോയി 1.5 വർഷം ചികിത്സ ചെയ്തു, സുഖമുണ്ടായില്ല. ഈ തലച്ചോറിൽ നിന്ന് കണ്ണിലേക്കുള്ള കാഴ്ചയുടെ ഞരമ്പ് ദ്രവിച്ചുപോയി. ദ്രവിച്ച ഞരമ്പ് വഴി എണ്ണ പോലെയുള്ള ഒരു ഫ്ലൂയിഡ് കണ്ണിന് പിൻഭാഗത്ത് ഇറങ്ങി വരുമ്പോ ചുറ്റിക കൊണ്ട് തല തല്ലിപ്പൊളിക്കുന്നത് പോലെ വേദന വരും. ആ സമയം ഇയാൾ നിലത്ത് കിടന്ന് പിടയ്ക്കും, മരിച്ചാ മതിയെന്ന് അലറിക്കരയും. ഇയാളെ ആശുപത്രിയിൽ എടുത്തുകൊണ്ട് പോകുമ്പോൾ ഈ ഞരമ്പിലേക്ക് സിറിഞ്ച് തള്ളിക്കയറ്റി ആ ഫ്ലൂയിഡ് വലിച്ചെടുക്കും. കുറച്ച് സമയത്തേക്ക് ആശ്വാസമുണ്ടാകും. അത് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ വരും. ഇങ്ങനെ അയാൾ 1.5 വർഷം കണ്ണിന് കാഴ്ചയില്ലാതെ വേദന കൊണ്ട് നിലത്ത് കിടന്ന് പിടഞ്ഞ് ഇരിക്കുന്ന സമയമാണ് ഇയാൾ ഒരു പൊരുത്തന ചെയ്തു. കർത്താവേ, എൻ്റെ ഈ കണ്ണിന് അവിടുന്ന് കാഴ്ച തിരിച്ചു തരാമെങ്കിൽ ഇനിയുള്ള കാലം മുഴുവൻ ഞാൻ അങ്ങേക്ക് സാക്ഷിയായിരിക്കും. ഈ ജോഷുവയുടെ വൈഫിന്റെ വീട് ഇവിടെ ചൂഴാലിലാണ്. സ്തോത്രം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞത്, ഇയാൾ അവിടെ കിടന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭർത്തിമായിയെ സുഖമാക്കിയ ദൈവമാണ് അവിടുന്ന്. എൻ്റെ കണ്ണിന് കാഴ്ച തന്നാൽ ഒരു കൺവെൻഷൻ കൂട്ടം നടത്തി ഞാനത് സാക്ഷിയായി വിളിച്ചു പറയും എന്ന് ജോഷുവ ബ്രദർ നിലവിളിച്ചു പറഞ്ഞു. അന്ന് ഉച്ച കഴിഞ്ഞ സമയം ഒരു പാസ്റ്റർ ആ വീട്ടിലേക്ക് വരികയാണ്. സ്തോത്രം. അദ്ദേഹം ജോഷുവ ബ്രദറിന്റെ തലയിൽ കൈവച്ചേച്ച് പറഞ്ഞു, ജോഷുവ, യേശു അയച്ചത് കൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത്. നിന്റെ കണ്ണുകൾക്ക് യേശു കാഴ്ച തരും എന്ന് പറഞ്ഞ ആ പാസ്റ്റർ ഇദ്ദേഹത്തിന്റെ തലയിൽ കൈവച്ചു. അപ്പോൾ തന്നെ ഒരു വെളിച്ചം അദ്ദേഹത്തിന്റെ കണ്ണിൽ അടിച്ചു. ആ നിമിഷം തന്നെ അയാളുടെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടി. ഈ മാർത്താണ്ഡം നാഗർകോവിൽ ആശുപത്രികളിൽ തിരിച്ചുപോയി. സ്കാനിങ് എടുത്തപ്പോൾ ഡോക്ടർമാർ പറഞ്ഞത്, ഒരുപാട് വർഷമായി ഞങ്ങൾ ഈ ആശുപത്രി നടത്തുന്നു, ഞങ്ങളുടെ ചരിത്രത്തിൽ ഇതുപോലൊരു അത്ഭുതം ഞങ്ങൾ കണ്ടിട്ടില്ല. സ്തോത്രം. പുതിയ ഞരമ്പുകൾ അവിടെ വന്നിരിക്കുന്നു എന്ന് അവർ പറഞ്ഞു. ഇപ്പോൾ ഈ കഴിഞ്ഞ 2024 നവംബർ മാസത്തില് എടൈക്കോട് AG ചർച്ചിൽ വെച്ച് ആ പൊരുത്തനക്കൂട്ടം അദ്ദേഹം ഒരു വലിയ കൺവെൻഷനോട് കൂടി നിവർത്തിക്കുവാൻ ഇടവന്നു. ഇതുവരേക്കും അയാളുടെ കണ്ണിന് പിന്നീട് ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 6 അടി 2 ഇഞ്ച് പൊക്കമുള്ള ഒരു മനുഷ്യന്, അദ്ദേഹം മേസ്തിരി പണിക്കാരന്, 2 ആൺകുട്ടികളുണ്ട്. അയാൾ 3-ാം ദിവസം കൺവെൻഷൻ കൂട്ടത്തിൽ നിന്ന് ഈ സാക്ഷ്യം വിളിച്ചു പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മെ ഉണ്ടാക്കിയ ആവിയാണ് നമുക്ക് അന്യഭാഷ തരുന്നത്. അതുകൊണ്ട് നീ ഇത് പറയുമ്പോൾ ഇല്ലാത്തത് ദേവൻ സൃഷ്ടിക്കും. നമ്പിക്കയുള്ളവർ കൈ അടിച്ച്, അതുകൊണ്ട് കർത്തരെ ആവിയിൽ ആരാധിക്കാൻ മടിക്ക വേണ്ട. ദേവനുടെ മഹിമയിൽ വെളിപ്പെട്ടു വരും. ദേവനുടെ ആവിയാണവർ എന്നെ ഉണ്ടാക്കിനാൽ സർവവല്ലവരുടെ ശ്വാസം എനിക്ക് ഉയിരെ കൊടുത്തത്. റിബൽ ഘമാനബലം, വൈഡബലം, ഹസ്തഘടകനബലം, അന്തൽ ഘമനഘടകം, റൈതൽ ഘമനഘടകം. അതുകൊണ്ട് എത്രത്തോളം ദൈവത്തെ ആരാധിക്കാമോ അത്രയും ആരാധിക്കണം. എത്രയും ദൈവത്തെ സ്തുതിക്കാമോ അത്രയും ദൈവത്തെ സ്തുതിക്കണം.
ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ മഹത്വം നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തിന്റെ ഇടപെടലുകൾ അറിയാൻ കഴിയും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്തോഷമുള്ളവർ ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട ദൈവമക്കളെ, സ്തോത്രം. ഇത് നമ്മൾ ശരിക്കും ബൈബിളിൽ വായിക്കുന്നുണ്ട് ഇങ്ങനെ ഒരു ഭാഗം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ നമുക്കത് കാണുവാനായി കഴിയുന്നു. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം വായിച്ചോളൂ. അപ്പോഴത് അനന്യ പോയി സഹോദരനായ ശൗലേ, നീ പാർവെ അടയും പഠിക്കും പരിശുദ്ധ ആവിയിനാലെ നിറപ്പപ്പെടേണ്ടതിനും. കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി ഹല്ലേലൂയ. ഓക്കെ, സ്തോത്രം. പ്രിയപ്പെട്ടവരെ, നമുക്കിവിടെ വ്യക്തമായി കാണുവാനായി സാധിക്കുന്നുണ്ട്, ശൗൽ എന്ന് പറയുന്ന ദൈവദാസന് കണ്ണിന് കാഴ്ച പോയി. അപ്പോൾ അനന്യ എന്ന ദൈവദാസനെ ദൈവം അയച്ചു. എന്നിട്ട് ശൗലിന്റെ തലമേൽ കൈവച്ചു. നീ പാർവെ അടയേണ്ടതിനും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടേണ്ടതിനും ദൈവം എന്നെ അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ തലമേൽ കൈവച്ചു. ഉടനെ അദ്ദേഹത്തിന് കാഴ്ച കിട്ടി. അതിന്റെ 9-ാം അധികാരം 18-ാമത് വചനം കൂടി ഒരുമിച്ച് വായിക്കാം. 9-ാം അധികാരം 18-ാമത് വാക്യം. உடனே அவன் கண்களிலிருந்து மீன் செதில்கள் போன்றவைகள் விழுந்தது. அவன் பார்வையடைந்து எழுந்திருந்து ജ്ഞാനസ്നാനം പെറ്റാൻ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ താഴേക്ക് വീണു. സ്തോത്രം. അദ്ദേഹത്തിന്റെ കണ്ണുകൾക്ക് കാഴ്ച കിട്ടി. അദ്ദേഹം എഴുന്നേറ്റ് ജ്ഞാനസ്നാനം എടുത്തു. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോ ഇതേ കാര്യമാണ് ജോഷുവ ബ്രദറിന്റെ ജീവിതത്തിലും നടന്നത്. പ്രാർത്ഥിച്ച നിമിഷം അദ്ദേഹത്തിന്റെ കണ്ണുകളിലേക്ക് ദൈവത്തിന്റെ വെളിച്ചം അടിക്കുകയും അദ്ദേഹത്തിന് സൗഖ്യമുണ്ടാവുകയും ചെയ്തു. അപ്പൊ ഞാൻ നിങ്ങളോട് ഈ സാക്ഷ്യം ഇങ്ങനെ പറയാൻ കാര്യം വേറൊന്നുമല്ല, ദേവനുടെ ആവിയാണവർ എന്നെ ഉണ്ടാക്കിനാർ. അപ്പോ അന്യഭാഷ പറയുമ്പോൾ നമ്മെ ഉണ്ടാക്കിന പരിശുദ്ധ ആവിയോടാണ് നമുക്ക് ഉറവ് വരുന്നത്. സ്തോത്രം. അതുകൊണ്ട് അന്യഭാഷ പേശി ആരാധിക്കുമ്പോൾ നമ്മുടെ വാഴ്ക്കയിലും കർത്തർ ഇല്ലാത്തതെ ഉളവാക്കും. കൈ ഉയർത്തി ഹല്ലേലൂയ. ആരെല്ലാം പരിഹസിച്ചാലും നിങ്ങൾ ആവിയിൽ നിറഞ്ഞ് ആരാധിക്കുവാൻ വെക്കപ്പെട വേണ്ട. അപ്പോ അന്യഭാഷ കൊടുക്കുന്നത് പരിശുദ്ധ ആവിയാണ്. ആ ആവിയുടെ 3 പ്രത്യേകത: അവർ നമ്മെ ഉണ്ടാക്കിയവരാണ്, അവർ സർവ്വവല്ലഭരാണ്, അവർ നമുക്ക് ഉയിർ തരുന്നവരാണ്. ഇത്രയും കാര്യമാണ് നമ്മൾ പഠിച്ചത്. ഇനി എപ്പോഴാണ് അന്യഭാഷ കിട്ടുന്നത്? ഒരാൾക്ക് അന്യഭാഷ എപ്പോഴാണ് കിട്ടുന്നത്? അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം 4-ാമത് വചനം നമുക്ക് വീണ്ടും ഒരുമിച്ച് തന്നെ വായിക്കാം. അപ്പോസ്തല നടപടി 2-ാം അധികാരം അതിനുടെ 4-ാമത് വചനം ചേർന്ന് വായിച്ചുകൊള്ളൂ. அவர்களெல்லாரும் பரிசுத்த ஆவியினாலே நிரப்பப்பட்டு ஆவியானவர் தங்களுக்கு தந்தருளின வரத்தின்படியே வெவ்வேறு பாஷைகளிலே பேச தொடங்கினார்கள். அவர்கள் எல்லாரும் பரிசுத்த ஆவியினால் நிரப்பப்பட்ட. கருமையுயர்த்தி ஹல்லேலூய. ஓகே, அவர்கள் எல்லாரும் പരിശുദ്ധ ആവിയിനാലെ നിറപ്പപ്പെട്ട. ഓക്കെ, ദൈവമക്കളെ, അപ്പൊ ഇവിടെ പറയുന്നത് അന്യഭാഷ കിട്ടുന്നത് പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോഴാണ്. കരമേർത്തി ഹല്ലേലൂയ പറയാം. സ്തോത്രം. പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോൾ അന്യഭാഷ കിട്ടും എന്ന് നമ്മൾ പറയുമ്പോ, ദൈവമക്കളെ, ഈ ഞാൻ എപ്പോഴും പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. നമ്മൾ വീട്ടില് മോട്ടർ അടിക്കുന്ന സമയം ടാങ്കിൽ വെള്ളം നിറയും. എന്നിട്ട് നമ്മൾ അതെപ്പോഴാ അറിയുന്നേ? വെള്ളം നിറഞ്ഞെന്ന് നമ്മൾ അറിയുന്ന എപ്പോഴാ? അത് തന്നെ, വെളിയെ വരുമ്പോ അല്ലേ? കുറച്ച് വെള്ളമൊക്കെ വെളിയെ വരുമ്പോഴാണ് നമ്മൾ ഓടിപ്പോയി മോട്ടർ ഓഫ് ചെയ്യും. അപ്പൊ ഒരു ടാങ്കിൽ നിന്ന് വെള്ളം കവിഞ്ഞു വരുമ്പോൾ നമുക്കറിയാം ടാങ്ക് നിറഞ്ഞതിന്റെ അടയാളമാണ് ആ വരുന്നത്. കരമേർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇതേ പ്രയോഗമാ ബൈബിൾ അന്യഭാഷകളെ കുറിച്ച് പറയുന്നത്. അവർകൾ എല്ലാവരും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ട് അന്യഭാഷകളിൽ പേശി തുടങ്ങിനാர்கள். അപ്പോൾ അന്യഭാഷ
പരിശുദ്ധ ആവി നിറവിന്റെ അടയാളമാണ്. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹിമയെ കൊടുക്കാം. പരിശുദ്ധ ആവിയിനാൽ നിറഞ്ഞാൽ കണ്ടിപ്പാ അന്യഭാഷ പറയും. അതിന് 2 വചനം കൂടി നമുക്ക് വായിക്കാം. അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം അതിലൂടെ 44-ഉം 45-ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെട്ടാൽ അന്യഭാഷ പേസും. അതുക്ക് തെളിവിന് ഈ വചനങ്ങൾ വായിച്ചുകൊള്ളൂ. അപ്പോസ്തല നടപടികൾ 10-ാം അധികാരം 44-45 ചേർന്ന് വാസിപ്പോ. இந்த வார்த்தைகளை பேதுரு பேசிக் கொண்டிருக்கையில் வசனத்தை கேட்டவர்கள் யாவர் மேலும் பரிசுத்த ஆவியானவர் இறங்கினார். அவர்கள் பல பாஷைகளை பேசுகிறதையும் தேவனை புகழுகிறதையும். ஓகே, இந்த வார்த்தைகளை பேதுரு பேசிக்கொண்டிருக்கையில் வசனத்தை கேட்ட யாவருட மேலும் பரிசுத்த ஆவியானவர் இறங்கினார். அவர்கள் பலவித ഭാഷകളെ പേശി. അപ്പോ പരിശുദ്ധ ആവി ഇറങ്ങിയാൽ അന്യഭാഷ പേശും. അതിന്റെ തെളിവാണ് നമ്മൾ ഇപ്പോൾ വായിച്ച ഈ വാക്യവും. ഇനി ഒരു വചനം കൂടി നമുക്ക് വായിക്കാം. അപ്പോസ്തല നടപടികൾ 19-ാം അധികാരം അതിനുടെ 6-ാമത് വാക്യം. അപ്പോസ്തല നടപടി 19-ാം അധികാരം അതിനുടെ 6-ാമത് വചനം ചേർന്ന് വായിച്ചുള്ളൂ. അല്ലാമലും പൗൽ அவர்கள் மேல் கைகளை வைத்தபோது பரிசுத்த ஆவி அவர்கள் மேல் வந்தார். அப்பொழுது அவர்கள் அந்நிய பாஷைகளை பேசி தீர்க்க தரிசனம் சொன்னார்கள். അല്ലാമലും പൗൽ അവരുടെ മേൽ കൈകളെ வைத்தபோது പരിശുദ്ധ ആവിയാണവർ അവരുടെ മേൽ ഇറങ്ങി വന്നു. അവർകൾ അന്യഭാഷകളെ പേശി ദീർഘദർശനം ഉരച്ചു. അപ്പൊ നമ്മള് 3 വചനം വായിച്ചു. 3 വചനത്തിലും പരിശുദ്ധ ആവി അവരുടെ മേൽ ഇറങ്ങി എന്ന് എഴുതിയിട്ട് അടുത്തതായി എഴുതിയിരിക്കുന്നത് അവർ അന്യഭാഷകളെ പേശി എന്നാണ്. കയ്യോ ഉയർത്തിയ ദൈവത്തിന് മഹത്വം കൊടുക്കുക. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക ദൈവമക്കളെ, പരിശുദ്ധാവി നമ്മുടെ മേൽ ഇറങ്ങി വന്നാൽ നമ്മൾ അന്യഭാഷകൾ പേശി ദേവനുക്ക് മഹിമയെ കൊടുക്കും. ഹല്ലേലൂയ. ഒരു ടാങ്ക് നിറഞ്ഞാൽ ആമേൻ കവിഞ്ഞു വരും എന്ന് പറയുന്നത് പോലെ ഒരു ദൈവ പൈതലിന് മേൽ പരിശുദ്ധാവി നിറവ് വന്നാൽ അവൻ കണ്ടിപ്പാ അന്യഭാഷ പേശും. നമ്മുടെ ചർച്ചിനകത്ത് അനേക ആളുകൾ വരാറുണ്ടെങ്കിലും എല്ലാവർക്കും അന്യഭാഷ പേശ മുടിയില്ല. അതിനുള്ള കാരണം എല്ലാവരും പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടാത്തത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇപ്പൊ ചില ആളുകള് പറയാറുണ്ട്, പാസ്റ്ററേ ഞങ്ങൾ 15-20 കൊല്ലമൊക്കെ ആയി സഭയ്ക്കകത്ത് വരുന്നു, ഞങ്ങൾ സ്നാനപ്പെട്ടവരാണ്, യേശുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്, ഞങ്ങൾക്ക് അന്യഭാഷ കിട്ടിയിട്ടില്ല, അപ്പോ പരിശുദ്ധ ആവി ഞങ്ങളുടെ മേലില്ലേ എന്ന് ഒരു ചോദ്യം ചിലരെങ്കിലും ചോദിച്ചേക്കാം. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ട എല്ലാവരുടെ ഉള്ളിലും പരിശുദ്ധ ആവി ഉണ്ട്. കാരണം പരിശുദ്ധ ആവിയിൽ അല്ലാതെ ആർക്കും യേശുവെ കർത്തർ എന്ന് പറയാൻ പറ്റുകയില്ല. അത് ബൈബിളിൽ ഉണ്ട്. അതുകൊണ്ട് യേശുവെ ഏറ്റുകൊണ്ട് വചനപ്രകാരം ജ്ഞാനസ്നാനം എടുത്ത എല്ലാവരിലും ദൈവാവിയുണ്ട്. പക്ഷേ അന്യഭാഷ പേശണമെങ്കിൽ ആവിയാണവരുടെ അഭിഷേകത്തിൽ നിറപ്പപ്പെടണം. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഈ ഫ്ലാസ്കിനകത്ത് വെള്ളമുണ്ട്, പക്ഷെ കവിഞ്ഞു വരണമെങ്കിൽ ഈ ഫ്ലാസ്ക് നിറയണം. ചേർന്ന ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ ഫ്ലാസ്കില് ചിലപ്പോൾ 1/4 പാത്രം വെള്ളം ഉണ്ടാകും, ചിലപ്പോൾ അരപ്പാത്രം ഉണ്ടാകും, 3/4 പാത്രം ഉണ്ടാകും. പക്ഷേ ഇതിൻ്റെ അകത്തുനിന്ന് കവിഞ്ഞ് വെള്ളം വരണമെങ്കിൽ ഇത് നിറഞ്ഞാലേ നടക്കൂ. എന്ന് പറയുന്നത് പോലെ ദൈവസഭയ്ക്കകത്ത് വരുന്ന എല്ലാവരുടെ അകത്തും ദൈവ ആവി ഉണ്ടെങ്കിലും കൃപാവരങ്ങൾ പുറത്തു വരാത്തത് പരിശുദ്ധാവി നിറവിലേക്ക് വരാൻ പറ്റാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നത്, മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാൻ, മുട്ടോളമല്ല വലിയൊരു ജീവ ആമേൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവയുന്നു തുറക്കനാഥ, നീന്തിയിട്ടല്ലാതെ
നദിയൊഴുകാൻ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കനാഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവ് ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചലിക്കുന്ന എല്ലാ പ്രാണികളുമേന്ന് ചലനമുണ്ടാക്കി ജീവൻ പ്രാപിപ്പാൻ. ചൈതന്യം നൽകണം, നവജീവൻ വേണം, നിത്യതയിലെത്തി. ഓ ചൈതന്യം നൽകണം, നിത്യതയിലെത്തി ആശ്വസിച്ചിടാൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാമേ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. സൈന്യത്താലെയല്ല ശക്തിയാലുമല്ല ദൈവത്തിന്റെ ആത്മ ശക്തിയാലത്രേ. ആർത്തുപാടി സ്തുതിക്കാം യേശുവിന്റെ നാമത്തിൽ. എല്ലാ ബലഹീനങ്ങളും മാറട്ടെ. ശക്തമായി കരമടിച്ച് പ്രാർത്ഥിച്ചു. ആമേനാടിക്കല്ലു കയറ്റാം. ഓ പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ. ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽ. ഓ മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ. ആമേൻ. മുട്ടോളമല്ല അരയോളം പോരാ വലിയൊരു ജീവ നദിയൊഴുകാ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കനാഥ. നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത നീരുറവായിരുന്നു തുറക്കനാഥ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ. ഓ ആമേൻ. പെന്തക്കോസ്തു നാളിൽ മുൻമഴ പെയ്യിച്ച പരമപിതാവേ പിന്മഴ നൽകാമേ. പെന്തക്കോസ്തു ചില മിനിറ്റുകൾ എല്ലാവരും ആരാധിച്ചോ ആത്മശക്തിയോടെ, അഭിഷേക ബലത്തോടെ, ദൈവകൃപയോടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെട്ടുകൊണ്ട്, ദൈവത്തിന്റെ തേജസ് വെളിപ്പെട്ടുകൊണ്ട് ആരാധിക്കുക. അഭിഷേക നിറവോടെ, ആത്മശക്തിയോടെ, ദൈവ സാന്നിധ്യത്തോടെ. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ അഭിഷേകം, ദൈവത്തിന്റെ സാമീപ്യം വെളിപ്പെടട്ടെ. എല്ലാവരും പരിശുദ്ധാവിയാൽ നിറപ്പപ്പെട്ട്, എല്ലാവരും ആവിയാൽ നിറപ്പപ്പെടട്ടെ. എല്ലാവരും അഭിഷേകത്താൽ നിറപ്പപ്പെടട്ടെ. മുട്ടോളമല്ല അരയോളം പോരാ നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വകയാത്ത ആത്മശക്തിയാൽ നല്ല ജപപ്പെട്ട് നമുക്ക് ദേവനെ നോക്കി ജപം பண்ணலாமே. கர்த்தரே எனக்கு அது போறப்பா, உமது பரிசுத்த அபிஷேகத்தால் என்ன நிரப்பணும், ஆவியினால் நிரப்பணும், கிருபையால் நிரப்பணும். ஹல்லேலூயா ஹல்லேலூயா. வைடபலம் அத்புத கடகணபலம், வேத பிரபணபல கடகணபலம், அந்தர கடகணபலம்.
വൈഡാനബലം, അന്ധരാധരം, ധീരാധരം, അസ്തവേദബലം, ഹർഷപ്രഭനബലം, യേശുവിന്റെ നാമത്തിൽ സ്വർഗീയ അഭിഷേകത്താൽ, അത്യുന്നതന്റെ ശക്തിയാൽ എല്ലാവരും നിറഞ്ഞു വരുവാൻ, ദൈവത്തിന്റെ കൃപ എല്ലാവരിലും വ്യാപരിക്കുവാൻ. യേശുവിന്റെ നാമത്തിൽ അഭിഷേക ശക്തിയാ എല്ലാവരും നിറഞ്ഞു വരട്ടെ. അപ്പ വൈഡമനം, ഹസ്തവേദം, രക്ഷപ്രഭനബലം, അന്തൽ ഖമന ഘടകണബസി, ആതുൽ ഖമാനബല ഘടകണബസി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പ ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോ ഒരാൾ അന്യഭാഷ സംസാരിക്കുന്നത് പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോഴാണ്. ഹല്ലേലൂയ. ദൈവമക്കളെ, ആമേൻ, സ്തോത്രം. എല്ലാവർക്കും അത് പറയാൻ കഴിയാത്തത് പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടാത്തത് കൊണ്ടാണ് അനേകർക്കും അന്യഭാഷകൾ പറയുവാനായി കഴിയാത്തത്. ആമേൻ. ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ അന്യഭാഷകളിൽ നന്നായി ജപിച്ചു തുടങ്ങിയാൽ വലിയ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് കാണാനായി സാധിക്കും. അതിനൊരു ഉദാഹരണമാണ് പാസ്റ്റർ PV ആശാരിയുടെ മകൻ രാജൻ വിക്ടർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം നെടുമങ്ങാട് കൺവെൻഷന് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, ഈ ആശാരി ഉപദേശിയുടെ മകൻ, സ്തോത്രം, അമ്മയുടെ ഉദരത്തിലായിരുന്ന കാലത്ത്, അന്നത്തെ കാലത്തൊക്കെ ഈ പ്രസവം എടുക്കുന്നത് ചില സഹോദരിമാരാ, വീടുകളിലാണ് പ്രസവം എടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഈ വയറ് പരിശോധിക്കുന്ന സഹോദരിമാര് വന്നിട്ട് ആശാരി ഉപദേശിയുടെ ഭാര്യയെ പരിശോധിച്ചിട്ട് പറഞ്ഞു, പിള്ള വയറ്റിനകത്ത് തിരിഞ്ഞു വന്നിട്ടില്ല, പ്രസവം വലിയ കഷ്ടമായിരിക്കും, പ്രസവ സമയം അമ്മയും കുഞ്ഞും മരിക്കാൻ സാധ്യതയുണ്ട്, ദൈവദാസനെ നിങ്ങളുടെ ഭാര്യയെ ആശുപത്രിയിൽ കൊണ്ടുപോകണം എത്രയും പെട്ടെന്ന് എന്ന് ആ കാലത്ത് പറഞ്ഞു. ദൈവദാസന്റെ കയ്യിൽ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രസവ ദിവസം വന്നപ്പോൾ ഇവർ പറഞ്ഞതുപോലെ തന്നെ അമ്മയും കുഞ്ഞും മരിക്കുമെന്ന അവസ്ഥ വന്നു. കുഞ്ഞ് വയറിനകത്ത് സ്ട്രക്കായി. അങ്ങനെ ഈ സഹോദരിക്ക് ശ്വാസം മുട്ടലുണ്ടായി, കണ്ണ് തള്ളി, ആമേൻ, മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ വന്നു. ആ സമയം ദൈവദാസൻ മുറ്റത്തോട്ടേക്ക് ഇറങ്ങി അന്യഭാഷകളിൽ പ്രാർത്ഥിക്കാനായി ആരംഭിച്ചു. അങ്ങോട്ടും ഇങ്ങോട്ടും അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കാൻ തുടങ്ങി. രുക്മിണി എന്നൊരു പ്രവാചകി ഓടി അവിടേക്ക് വന്നു. ഈ പാസ്റ്റർ ആശാരി ഉപദേശിയോട് പറഞ്ഞു, നിങ്ങൾ ഭാരപ്പെടേണ്ട ദൈവദാസനെ, നിങ്ങളുടെ ഭാര്യയുടെ വയറിനകത്തൊരു ആൺകുട്ടിയാണ്, അവൻ ഉലക രാജ്യങ്ങളിലെല്ലാം ദൈവത്തിന് പ്രവാചകനായി ഭയപ്പെടുത്തപ്പെടും. കരമേർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഈ രുക്മിണി ദീർഘദർശി ഇത് പറഞ്ഞ നിമിഷം അകത്ത് നോർമലായി പ്രസവം നടന്നു. ദൈവശക്തി അവരുടെ മേൽ വ്യാപരിക്കുകയും പെട്ടെന്ന് തന്നെ തടസ്സങ്ങൾ മാറുകയും പ്രസവം നടക്കുകയും ചെയ്തു. ഈ മകനാണ് രാജൻ വിക്ടർ എന്ന് പറയുന്ന കർത്താവിന്റെ ദാസൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അങ്ങനെ ഈ കുഞ്ഞ് ജനിച്ച് 7ാമത് വയസ്സില് രാജൻ വിക്ടർ എന്ന് പറയുന്ന ഈ മകന് പോളിയോ എന്ന് പറയുന്ന രോഗം കടന്നു വന്ന് ആ മകൻ മരിക്കുവാനായി ഇടവന്നു. അന്ന് ഇവര് കൊട്ടാരക്കരയിൽ ദൈവവേല ചെയ്യുന്ന സമയമാണ്. പാസ്റ്റർ ഒരു കൺവെൻഷനിൽ പ്രസംഗിക്കാനായി പോയിരിക്കുന്നു. പോളിയോ രോഗം വന്ന് മകൻ മരിച്ചു പോയപ്പോ ഈ വാർത്ത ഒരാളെ അയച്ച് ആശാരി ഉപദേശിയോട് അറിയിച്ചു. അന്നത്തെ കാലത്ത് മൊബൈൽ ഫോണുകൾ ഇല്ലാത്തത് കൊണ്ട് ഒരാളെ പറഞ്ഞു വിട്ടു. ഇങ്ങനെ കുഞ്ഞ് മരിച്ചു എന്ന് കേട്ടപ്പോൾ ദൈവദാസൻ തിരിച്ചു പറഞ്ഞയച്ചു, മരിച്ച കുഞ്ഞിനും ഇന്ന് രാത്രി കൊട്ടാരക്കരയിൽ നിന്ന് കളിയിക്കാവിളയിലേക്ക് പോകുന്ന ബസ്സിൽ കയറ്റി നീ രാവിലെ പാറശാല വീട്ടിൽ ഇറങ്ങണം, ഞാൻ അവിടെ എത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ പെറ്റ തള്ള മരിച്ച തന്റെ കുഞ്ഞിനെ ഒരു സാരിക്കകത്ത് പൊതിഞ്ഞ് തോളത്ത് കിടത്തി രാത്രി 12 മണിക്ക് കൊട്ടാരക്കരയിൽ നിന്ന് കളിയിക്കാവിളയിലേക്ക് പോകുന്ന ബസ്സിൽ കയറി. കണ്ടക്ടർ ചോദിച്ചപ്പോ
കൊച്ച് ഉറങ്ങുകയാണ് എന്ന് പറഞ്ഞു. കാരണം മരിച്ച കൊച്ചിനെ ബസ്സിൽ കയറ്റുകയില്ല, ആംബുലൻസ് വിളിക്കാൻ പൈസ ഇല്ല. അങ്ങനെ ആ അമ്മ മരിച്ച കൊച്ചിനെ സാരിക്കകത്ത് പൊതിഞ്ഞ് ജീവനുള്ള കുഞ്ഞിനെ പോലെ തോളത്ത് കിടത്തിയിട്ട് ഒരു ഹാഫ് ടിക്കറ്റ് എടുത്ത് രാവിലെ പാറശാല വീട്ടിൽ എത്തി. പ്രിയപ്പെട്ട ദൈവമക്കളെ, പാറശാല വീട്ടിൽ ഒരു ശവപ്പെട്ടിയൊക്കെ മേടിച്ച് മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് രാജൻ വിക്ടർ എന്ന് പറയുന്ന മകനെ അടക്കത്തിന് മുമ്പ് പൊതുദർശനത്തിന് കിടത്തി. കൊച്ചിനെ അടക്കാനുള്ള കല്ലറയൊക്കെ താത്തുവാൻ കുഴിയൊക്കെ എടുത്തു. ഇത്രയുമായപ്പോ പാറശാല മരിയാപുരം എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ഒരു പ്രാർത്ഥിക്കുന്ന ടീം അവിടെ കടന്നു വന്നു. അവര് ഈ മരിച്ച കുഞ്ഞിന്റെ ഡെഡ് ബോഡി നോക്കിയിട്ട് ഇങ്ങനെ ചോദിച്ചു, ദൈവദാസനെ, ഈ കൊച്ചല്ലേ ജനിച്ച സമയം രുക്മിണി പ്രവാചകി വന്ന് ഇവൻ ഉലക രാജ്യങ്ങളിലൊക്കെ ദൈവത്തിന് പ്രവാചകനായിരിക്കുമെന്ന് പറഞ്ഞത്? അപ്പൊ പി വി ആശാരി പാസ്റ്റർ പറഞ്ഞു, അതെ, ഈ കൊച്ചു തന്നെയാ. അപ്പോ അവര് ചോദിച്ചു, 7-ാം വയസ്സിൽ ഈ കുഞ്ഞ് മരിച്ചാൽ എങ്ങനെയാണ് ദീർഘദർശനം നിറവേറുന്നത്? അപ്പോൾ ഉപദേശി ഒന്നും മിണ്ടിയില്ല. ആമേൻ. ഈ ഉപദേശിയുടെ ബന്ധുക്കളൊക്കെ വന്നിട്ട്, നീ കുല ദൈവത്തെ വിട്ടുപോയതിന്റെ ശിക്ഷയാടാ നിനക്ക്, നിന്റെ പിള്ളേരെല്ലാം ഇതുപോലെ മരിച്ചു തീരുമെന്ന് ഉപദേശിയെ ശപിച്ചുകൊണ്ടും ഇരിക്കുക. ഇതെല്ലാം ആയപ്പോഴും ആ കർത്തൃദാസൻ തളരാതെ അന്യഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുകയാ. കരമയർത്തി ഹല്ലേലൂയ പറയാം. ഇതെവിടെ പാറശാലയിൽ നടന്ന കാര്യ. ഇപ്പൊ ദൈവമക്കളെ, ഉടനെ ഈ പ്രാർത്ഥിക്കുന്ന ടീം ഇങ്ങനെ പറഞ്ഞു, ദൈവദാസനെ, ദൈവം ഒരിക്കലും നുണ പറയുന്ന ദൈവമല്ല. ദൈവം നുണ പറയത്തില്ല. ഞങ്ങൾക്ക് പ്രാർത്ഥിക്കാനായി ഒരു മുറി തരുമോന്ന് ചോദിച്ചു. അങ്ങനെ മരണ വീട്ടല്ലേ അകത്ത് നിന്ന് കുറെ ആളുകളെ വെളിയിലാക്കിയിട്ട് ഈ മരിയാപുരത്ത് നിന്ന് വന്ന പ്രാർത്ഥിക്കുന്ന ടീമിന് പ്രാർത്ഥിക്കാനായി ഒരു മുറി അവരായത്തപ്പെടുത്തി കൊടുത്തു. അവരാ മുറിക്കകത്ത് കയറി കതകടച്ചു. അവരെ അന്യ ഭാഷകളിൽ പ്രാർത്ഥിക്കാനായി തുടങ്ങി. ഈ സമയം ഇവരുടെ വീടിന്റെ താഴെ ഒരു ചെറിയ ആശുപത്രിയുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുണ്ട്. അവിടുത്തെ കമ്പൗണ്ടർ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനായി ആമേൻ തൻ്റെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ ഈ മരണവീട് സമീപമായതുകൊണ്ട് ഈ കമ്പൗണ്ടർ മരണ വീട്ടിൽ പോകുന്ന വഴിക്കൊന്ന് കയറിയ സമയം അകത്ത് അന്യഭാഷയിലെ പ്രാർത്ഥന കേൾക്കുകയാണ്. ഇതെന്നാന്ന് ചോദിച്ചപ്പോ ഒരു കൂട്ടം ജനം പ്രാർത്ഥിക്കുകയെന്ന് പറഞ്ഞു. സ്തോത്രം. ഈ കമ്പൗണ്ടർ ജസ്റ്റ് ഈ ഡെഡ് ബോഡിയെ നോക്കിയ സമയം ഈ മരിച്ച കുഞ്ഞിന്റെ കണ്ണൊന്ന് പിടയ്ക്കുന്ന കണ്ടു. അപ്പൊ നേരെ ഈ കമ്പൗണ്ടർ കൂടെ നിൽക്കുന്ന ആൾക്കാരെ വിളിച്ചേച്ച് പറഞ്ഞു, ഈ കൊച്ചിന്റെ കണ്ണൊന്ന് നോക്കാൻ പറഞ്ഞു. വീണ്ടും അവർ ശ്രദ്ധിച്ചു നോക്കിയപ്പോ 2-ാം പ്രാവശ്യവും കണ്ണ് പിടയ്ക്കുക. ഉടനെ ഈ കമ്പൗണ്ടർ വന്നിട്ട് ഉപദേശിയോട് ചോദിച്ചു, കൊച്ചെപ്പോഴാ മരിച്ചേ? ഇന്നലെ വൈകുന്നേരമേ മരിച്ചു. രാത്രി മൊത്തം യാത്ര ചെയ്ത് ഇവിടെ കൊണ്ടുവന്നതാ. മൂക്കി പഞ്ഞിയൊക്കെ വെച്ച് കിടത്തിയിട്ട് മണിക്കൂറുകളായി, അടക്കാനുള്ള സമയമാകുന്നെന്ന് പറഞ്ഞു. ഉടനെ ഈ കമ്പൗണ്ടർ പറഞ്ഞു, ഉപദേശി, ഈ കൊച്ചിന്റെ കണ്ണുകളിൽ ജീവന്റെ ഒരു തുടിപ്പ് ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ ഈ ഡെഡ് ബോഡി ഒന്ന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഉച്ചയ്ക്ക് 1:30 മണി ആയപ്പോൾ ഈ മരിച്ച കുഞ്ഞിന്റെ ശവം തൊട്ട് താഴത്തെ ആശുപത്രിയിലേക്ക് എടുത്തുകൊണ്ടുപോയി. 3 മണി ആയപ്പോ ജീവനുള്ള കൊച്ചുമായി തിരിച്ചു വന്നു. സ്തോത്രം. ആശാരി ഉപദേശി ആ കൊച്ചിന് വേണ്ടി താത്തിയ കുഴിക്കകത്ത് ആ ശവപ്പെട്ടി തല്ലിപ്പൊട്ടിച്ച് ആ കുഴിക്കകത്തിട്ടിട്ട് ഒരു വാഴക്കന്ന് പിരിച്ച് അതിനകത്ത് വെച്ച് ആ കുഴി മൂടി അടക്കാരാധനയ്ക്ക് വന്നവരോട് യേശു ജീവിക്കുന്നെന്ന് സാക്ഷ്യം പറഞ്ഞു. 6 മാസം കഴിഞ്ഞ് ആ വാഴ കുലച്ചപ്പോൾ അതിന്റെ പഴം വിരിഞ്ഞ് ഈ മകനെ കൊണ്ട് തീറ്റിച്ച് യേശു ജീവിക്കുന്നെന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. 100 കണക്കിന് പേരാണ് യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുവാൻ ഈ ഒരു ഒറ്റ കാരണം മുഖാന്തരമായത്. ആ കർത്തൃദാസൻ കഴിഞ്ഞ ദിവസം നെടുമങ്ങാട് വന്നപ്പോൾ വിളിച്ചു പറഞ്ഞു, 100-ലധികം പ്രാവശ്യം ഫ്ലൈറ്റിൽ കയറി സകല രാജ്യങ്ങളിലും
യേശുവിനെ ജീവിക്കുന്നെന്ന് സാക്ഷ്യം പറഞ്ഞു. ഇന്ന് പകലിൽ വീണ്ടും ഞാൻ പറയുന്നു, നീ ആവിയിൽ ജപിച്ചു തുടങ്ങ്. റിബലഘടകണബലം, ദേവൻ ഉനക്ക് ജീവനെ തരും. വൈഡമനം ഘടകണബലം, അന്ധരഘടകണബലം. അന്യഭാഷകളിൽ ജപിക്കുവാൻ നീ തീരുമാനിക്ക്. അത്ഭുതങ്ങൾ നടക്കും, അടയാളങ്ങൾ നടക്കും, വിടുതലുകൾ നടക്കും. വൈഡപൗഡ ദീപഘടക നബലഘടക വേദഘടക അൽക്കനവൈഡം റീബൽ ധമാന ഘടകണബലം. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ മഹത്വം, ദൈവത്തിന്റെ പ്രവൃത്തി, ദൈവത്തിന്റെ തേജസ്, ദൈവത്തിന്റെ ഇടപെടലുകൾ നിങ്ങൾ കാണുവാനായി പോവുകയാ. വൈഷമന ഘടകണബലം, അന്തൽക്കമന ഘടകണബലം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വൈഡാമാന ഹസ്താലബ റിഖാന ബലബ ഹശമന ഘടകരികത വൈഡൽ ഖമന ഘടകന ബലബ വൈഡ പ്രബല ബല ഘടകനബൽ ഖമന ബല ഘടകന ബലബ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കർത്താവേ, അസ്ഥാന ബലം, അന്തര ഘടകം, ദിവാല ഘടകം, വേദ ഘടകന ബലം, വൈഡ പ്രബല ബലം, അന്തൽ ഗമന ഘടകന ബലം. നന്ദിയോടെ വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണ്, വാഴ്ത്തുകയാണപ്പാ. Praise the Lord, praise the Lord, praise the Lord. Hallelujah, hallelujah. അതുകൊണ്ട് ഇപ്പോഴും ആ കർത്തൃദാസൻ ജീവിച്ചിരിക്കുക. പ്രിയ രാജൻ വിക്ടർ പാസ്റ്റർ ഈ ഇടയും കൂടെ അവിടെ വന്നപ്പോൾ അദ്ദേഹം ആ സാക്ഷ്യം ഉറക്കെ വിളിച്ചു പറയാൻ ഇട വന്നു. ആമേൻ. ഒരിക്കൽ എന്റെ ശവമേന്തി ഈ റൂട്ടിലൂടെ ഒരു ബസ് പോയി എന്ന് അദ്ദേഹം പറഞ്ഞുകൊണ്ടാണ് ആ സാക്ഷ്യം വിളിച്ചു പറയുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആമേൻ, എല്ലാം തീർന്നു എന്ന് കരുതിയപ്പോഴും ആത്മാവിൽ പ്രാർത്ഥിക്കാൻ ഒരു ഗ്രൂപ്പ് തയ്യാറായപ്പോൾ മരിച്ചതിനെ ദൈവത്തിന് ഉയർപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, പരിശുദ്ധാവിനാൽ നിറപ്പപ്പെടുമ്പോൾ അന്യഭാഷ കിടക്കും. അത് നിറവോടെ നീ പേശ തുടങ്ങിയാൽ ഇതുവരെ കാണാത്ത അത്ഭുതങ്ങൾ നിൻ വാഴ്ക്കയിൽ കാണാൻ മുടിയും. അതിനാൽ ചില മിനിറ്റുകൾ നമുക്ക് ആവിയിൽ നിറയാം. റിബല ഘടകം എല്ലാവരും പരിശുദ്ധാവിനാൽ നിറയട്ടെ. നന്ദിയോട് സ്തോത്രമപ്പാ, സ്തോത്രമപ്പാ. കരങ്ങളെ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പൊ അതുകൊണ്ട് ഓരോ കൂട്ടത്തിന് വരുമ്പോഴും നിങ്ങൾക്ക് ജപിക്ക വേണ്ടിയത്, പരിശുദ്ധാവിനാൽ എന്നെ നിറയ്ക്കണമപ്പാ, പരിശുദ്ധ അഭിഷേകത്താൽ എന്നെ നിറയ്ക്കണമപ്പാ. ആ നിറവ് വെളിപ്പെടുമ്പോൾ എല്ലാ ചോദ്യങ്ങൾക്കും കർത്തർ വിടുതൽ തരും. കരവും ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ആ കണ്ണാടി വെച്ച മോളെ, ദൈവം നിന്നെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. കൈവക്കി ആള് മാറിപ്പോവാതിരിക്കാൻ. യെസ്. റിബല ഘടകം, ഈ പരിശുദ്ധാവിൻ നിറവോടെ ജപം പണ്ണുമ്പോ നിന്റെ വാഴ്ക്കയിലെ എല്ലാ പ്രതികൂലങ്ങളെയും ദൈവം ഇടിച്ചു കളയും. ഒരു മതില് നിന്റെ മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കാണുകയാ മോളെ. ഈ പ്രാർത്ഥനകളിൽ ജീവനുള്ള ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഹൃദയം നുറുങ്ങിയിരിക്കുന്നത് കൊണ്ട് നിന്റെ മുമ്പിലുള്ള മതിൽ ദൈവം ഇടിച്ചു കളയും. ഒരു അത്ഭുതം നിനക്ക് കാണാൻ സാധിക്കും. റിബല ഘടകം, നിന്റെ നാല് പുറത്തും ആമൻ നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെ ഒരു മതിൽ കെട്ടിനുള്ളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ പോലെ ദൈവം എന്നെ ഒരു കാഴ്ച കാണിച്ചു. എന്നാൽ ഈ ആരാധനകളിൽ പരിശുദ്ധാവിൻ മഹിമയെ ഇറങ്ങി വരുമ്പോ നിന്റെ മുമ്പിൽ നിൽക്കുന്ന മതിലുകളൊക്കെ ദൈവം ഇടിച്ചു താഴെയിടും. നിനക്ക് ദൈവം ഒരു സ്വാതന്ത്ര്യം തരും. ഇത് പരിശുദ്ധാവി പറയുന്ന ഒരു ആലോചനയാണ്. ദൈവം നിന്നോട് കരുണ കാണിക്കും. നന്ദി പിതാവേ. ഉഡാലബലബലമനബല ഭൗഡലബലബലമനബലബ വൈഡക്കട്ടനബൽ ഖമധുരാന ഘടകണബലബ. ഈ ദിവസങ്ങളിൽ ദേവനുടെ മഹിമ ഇറങ്ങി വരട്ടും അപ്പാ. ദേവനിൻ അഭിഷേകം ഇറങ്ങി വരട്ടും അപ്പാ. ദേവന് കരം ഇറങ്ങി വരട്ടും അപ്പാ. വൈഡഘട്ടണബല ഹന്തഘട്ടണബല ഹസ്തഘടകണബലബ. എല്ലാ പ്രതികൂലങ്ങളും ഇടിഞ്ഞു പോകട്ടെ അപ്പാ. ഒരു അത്ഭുത വിടുതൽ പ്രിയ മകൾക്കുണ്ടാകട്ടെ അപ്പാ. തന്റെ കണ്ണീരിന് ഒരു മറുപടി കൊടുക്കണമാണ്ടവരെ. റീബൽഖമനം അബ്ദുൽ ഘടകം വൈഡ ഘടകം അന്തൽ ഗമനം അൽഖനവേദം രക്ഷപ്രഭാനബലം അന്തൽ ഖമാന ഘടകണബലം വൈഡ പ്രഭന ഘടകണബലം. യേശുവിന്റെ കരം ഇറങ്ങും. ഒരു സ്വാതന്ത്ര്യം നീ അനുഭവിക്കാൻ പോകുകയോ. യേശുവിന്റെ നാമത്തിൽ കർത്തർ ഉനക്കായി ക്രിയ ചെയ്യുന്നത് നീ കാണുവാനായി പോകുകയാ. ദേവനുടെ മഹിമയിൽ നിനക്കായി വെളിപ്പെടും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ആമേൻ. കർത്തർ കണ്ടിപ്പാ നിൻ ജപത്തുക്ക് വിടുതൽ തരും. അതിനപ്പുറത്ത് ആ റെഡ് ഷാൾ ഇട്ടിരിക്കുന്ന സഹോദരി റിബല ഘടക, നിങ്ങള് കൈവക്കേ. യെസ്. കർത്താവ് നിങ്ങളെയും ആഴമായി സ്നേഹിക്കുന്നു. ഒന്ന് കഴിയുമ്പോൾ അടുത്തത് വരും. ആ പ്രശ്നം തീരുന്നതിന് മുമ്പ് അടുത്തത് കടന്നു വരും. ഇങ്ങനെ ഒന്ന് മാറുമ്പോൾ അടുത്തത്, അത് കഴിയുമ്പോൾ അടുത്തത്. ഇങ്ങനെ ഒത്തിരി പ്രതികൂലങ്ങൾ നീയും നിന്റെ ജീവിതത്തിൽ കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ എന്നാലും നിനക്ക് യേശുവിനോടൊരു വിശ്വാസമുണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് മറുപടി തരും. എൻ്റെ ദൈവം എന്നെ നിന്ദിക്കത്തില്ല.
എല്ലാവരും എന്നെ തള്ളിയാലും യേശു എന്നെ തള്ളത്തില്ല. അങ്ങനെ ഒരു നമ്പിക്ക നിന്റെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് തന്നെ ദൈവം നിന്നെ ഒരിക്കലും കൈവിടുകയില്ല. ഞാൻ കാണുന്ന ഒരു കാഴ്ച, പത്രോസ് അപ്പോസ്തലൻ അക്കരയ്ക്ക് പോകുന്ന സമയം ഇങ്ങനെ കടലിൽ കടന്ന് ചുറ്റിക്കറങ്ങി മുങ്ങാൻ തുടങ്ങി. ആ സമയം എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു. എന്നാൽ യേശു പത്രോസിനെ കൈപിടിച്ചുയർത്തി. മുങ്ങിപ്പോയ പത്രോസിനെ ആമേൻ ഒരു കരയിലേക്ക് കർത്താവ് എത്തിച്ചു. ഇതുപോലെ തന്നെ നിന്റെ ജീവിതത്തിൽ യേശുവിന്റെ കൈ നിന്നെയും പിടിക്കും. നിന്റെ ജീവിതത്തിൽ നാല് പുറവും ഇങ്ങനെ ചുഴി കറങ്ങുന്നത് പോലെ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും ദൈവം അതിന് നടുവിൽ കൈ പിടിക്കും. ഒരു കരയിൽ നിന്നെയും എത്തിക്കും. ദൈവം നിന്റെ ജപങ്ങൾക്ക് മറുപടി തരും. നീ നിലവിളിക്കുന്ന കാര്യങ്ങളുടെ നടുവിൽ, വട്ടം കറക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ നിനക്കും ഒരു കര ദൈവം തരും. എത്ര പേർക്ക് നമ്പിക്കയുണ്ട്? ഇന്ന് പകൽ നമുക്ക് ചില മിനിറ്റുകൾ ദൈവത്തിന് ഉള്ളു തുറന്ന് നന്ദി പറയാം. പിതാവേ, ഈ മക്കളോട് കരുണ ചെയ്യണമേ, ഇവരുടെ வாழ்க்கையோடு இரக்கம் செய்யണമേ. என் தேவனின் மகிமை இவர்க்காய் இறங்கி வரட்டும் அப்பா. வைடக்கட்டம் பீபல்கட்டம் மந்தல்கட்டம் வைடக்கடகம் மந்தல்கமரம் அடக ஜானி கடகணபலம் ஹஸ்தனபல கடகணபலம் வேத பிரபனபலம் மந்தல்கமனபலம் வைடபல கடகணபலம் அல்கணபல கடகணபலம் அந்தர கடகணபலம் வைட கடகணபலம் அல்கரபல் கமஸ்ய கடகணபலபா வைட பிரபானபல் கமஸ்ய கடகணபலபா. യേശുവിന്റെ നാമത്തിൽ അത്തരം തടയങ്ങളും അഴിഞ്ഞു പോട്ടെ അപ്പാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിങ്ങളെല്ലാം ജപിക്കുന്ന കാര്യങ്ങളിൽ കർത്തരിന് അസൈവാടൽ ഉണ്ടാകും. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പൊ ദൈവമക്കളെ, നമ്മൾ പഠിച്ചത് അന്യഭാഷ പരിശുദ്ധാവി പേസുവാനായി നൽകുന്ന വാർത്തകളാണ്. അന്യഭാഷ നൽകുന്ന പരിശുദ്ധാവി സർവവല്ലവരാണ്. അവർ നമ്മെ ഉണ്ടാക്കിയവരാണ്, നമുക്ക് ഉയർ തരുന്നവരാണ്. അന്യഭാഷ പേസുമ്പോൾ നമുക്ക് ഉയർ കിടക്കും. ഇത് പേസുവതற்கு നാം വെക്കപ്പെട വേണ്ട. എപ്പോഴാണ് അന്യഭാഷ കിട്ടുന്നത്? പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോൾ അന്യഭാഷ കിട്ടും. ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് സഭയിൽ വരുന്ന എല്ലാവർക്കും അന്യഭാഷ പേസ മുടിയാത്തത്? അതിനുള്ള കാരണം പരിശുദ്ധാവിയിനാൽ നിറപ്പപ്പെടാത്തത് കൊണ്ടാണ്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ. ഓരോ ദിവസവും നമ്മൾ ഉപവാസത്തിൽ ഇരിക്കുമ്പോ, ജപത്തിൽ ഇരിക്കുമ്പോ, വചനം വായിക്കുമ്പോ ദേവ ആവിயின் അഭിഷേക ഊറ്റ് നമ്മുടെ ആവിക്കുറിയ മനുഷ്യനിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ആമേൻ. ഓരോ നാളും ജപവും വചനവായനയുമായി ഇരിക്കുമ്പോൾ ആ ഊറ്റ് ഇറങ്ങി ഇറങ്ങി പരിശുദ്ധാവിൻ നിറവ് പൊങ്ങി പൊങ്ങി വരുമ്പോൾ അത് അന്യഭാഷയും വെളിപ്പാടും ദർശനവുമായി പുറത്തു വരും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അതുകൊണ്ടാണല്ലോ തമിഴില് അങ്ങനെ ഒരു പാട്ടുണ്ടല്ലോ, ഊറ്റ് തണ്ണീരേ എന്തൻ ഓ ജീവൻ ദേവാവിയേ ജീവനാദിയേ എന്നിൽ പൊങ്ങി പൊങ്ങി വാ. കരങ്ങൾ ഉയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. സ്തോത്രം. അപ്പൊ ശരിക്കും പരിശുദ്ധാവിൻ നിറവേ ഒരു ഊറ്റ് തണ്ണീരിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ആമേൻ. ഇത് നമ്മൾ വചനം കേൾക്കുകയും പാടുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ വെള്ളം വന്ന് ആമേൻ ഒരു പാത്രത്തിൽ വീഴുമ്പോൾ അത് പൊങ്ങി വരുന്ന പോലെ പരിശുദ്ധാവിൻ ശക്തിയും അഭിഷേകവും കൃപാവരങ്ങളും അത് പൊങ്ങി വരും. അത് നിറഞ്ഞു വെളിയെ വരുന്നതാണ് അന്യഭാഷ, ദീർഘദർശനം, വെളിപ്പെടുത്തലുകൾ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. അപ്പോൾ അന്യഭാഷ എപ്പോഴത് കിടക്കും? പരിശുദ്ധ ആവിയിനാൽ നിറപ്പപ്പെടുമ്പോൾ. കരശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. ഓക്കെ ദൈവമക്കളെ, ഇനി സ്തോത്രം. ഈ അന്യഭാഷ എല്ലാ ഭാഷയ്ക്കും
മേലെയാണ്. സ്തോത്രം. അതേക്കുറിച്ച് നമ്മൾ ആ വാക്യത്തിൽ തന്നെ നമുക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. നമുക്കത് ഒന്നുകൂടി ഒന്ന് വായിക്കാം. അപ്പോസ്തല നടപടികൾ 2-ാം അധികാരം അതിനുടെ 4-ാമത് വചനം. അപ്പോസ്തല നടപടി അതിനുടെ 2-ാം അധികാരം അതിനുടെ 4-ാമത് വചനം വായിച്ചുകൊള്ളൂ. அவர்கள் எல்லாரும் ஆ. பரிசுத்தாவியினாலே நிரப்பப்பட்டு ஆவியானவர் தங்களுக்கு தந்தருளின வரத்தின்படியே வெவ்வேறு பாஷைகளிலே பேச தொடங்கினார்கள். അവർ എല്ലാവരും പരിശുദ്ധ ആവിയിനാലെ നിറപ്പപ്പെട്ട് ആവിയാനവർ തങ്ങൾക്ക് തന്തരുളിന വരത്തിൻപടിയെ വെവ്വേറെ ഭാഷകളിലെ പേസി തുടങ്ങിനാർകൾ. അപ്പൊ നമുക്കറിയാം, ആവിയാനവർ പേസുവാനായി ഭാഷ കൊടുക്കും. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മൊബൈൽ ഫോണിന്, കമ്പ്യൂട്ടറിന് ഒക്കെ ഭാഷയുണ്ട്. സ്തോത്രം. അതുപോലെ തന്നെ ദൈവമക്കളെ, ഈ ലോകത്തുള്ള എന്തോരം ഭാഷകളാണ് മനുഷ്യന് തന്നെ ഉള്ളത്. റോബോട്ടുകൾക്ക് ഭാഷയുണ്ട്, കമ്പ്യൂട്ടറിന് ഭാഷയുണ്ട്, മൊബൈൽ ഫോണിന് ഭാഷയുണ്ട്, കീബോർഡിന് ഭാഷയുണ്ട്. മനുഷ്യരായ നമുക്ക് ആയിരക്കണക്കിന് ഭാഷകളുണ്ട്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ മാത്രം 650ഓളം ഭാഷകളുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. 600-നും 750-നും ഇടയിൽ എണ്ണപ്പെട്ടത് കിടക്കുന്നുണ്ട്. പിന്നെ എണ്ണപ്പെടാത്തത് എത്രയുണ്ടെന്ന് ആർക്കും അറിയില്ല. ഈ മലമക്കൾക്കൊക്കെ ഒരുപാട് ഭാഷകളുണ്ട്. അത് എല്ലാം ഒന്നും എണ്ണിയിട്ടില്ല. 600-നും 750-നും ഇടയിൽ എണ്ണം എടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത്, ഈ മുഴുവൻ ലോകത്തിലും 1000 ഭാഷകൾ മനുഷ്യർക്ക് തന്നെ ഉണ്ട്. മൃഗങ്ങൾക്ക്, പറവകൾക്ക് എല്ലാം ഭാഷകളുണ്ട്. പ്രിയ ദൈവമക്കളെ, ദൈവദൂതന്മാർക്ക് ഭാഷയുണ്ട്, മന്ത്രവാദികൾക്ക് ഭാഷയുണ്ട്. നമുക്ക് ആ വാക്യം ഒന്ന് വായിക്കാം. അപ്പോസ്തല നടപടി 19-ാം അധികാരം അതിനുടെ 19-ാമത് വാക്യം. മായവിദ്യ ചെയ്യുന്ന മന്ത്രവാദികൾക്ക് ഭാഷയുണ്ടെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. അപ്പോസ്തല നടപടി അതിനുടെ 19-ാം അധികാരം 19-ാമത് വാക്യം വായിച്ചുകൊള്ളൂ. அநேகர் தங்கள் புஸ்தகங்களை கொண்டு வந்து எல்லாருக்கும் முன்பாக சுட்டெரித்தார்கள். அவைகளின் கிரயத்தை தொகை பார்த்து 50,000 വെള്ളിക്കാസാக കണ്ടാர்கள். കണ്ടോ? ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നു, മായവിദ്യക്ക് ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതാണ് മന്ത്രവാദ ഭാഷകള്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാം. ഇത് ഈ ഭാഷ, അതിന് മലയാളത്തിൽ 4-ാം വേദം എന്ന് മലയാളത്തിൽ പറയാറുണ്ട്. കേരളത്തില് ഇടത്തുകുറി എന്നൊക്കെ ചിലർ അതിനെ വിളിക്കാറുണ്ട്. അതിൻ്റെ അകത്ത് ഒത്തിരി മന്ത്രപ്രയോഗങ്ങളാ. അത് ജപവും തപവും വ്രതവും എടുത്ത് അത് പ്രയോഗിക്കുമ്പം പിശാചിന്റെ ശക്തി വരും. ഞാൻ കേട്ടിട്ടുണ്ട്, വായ്പൂര് കൊച്ചുമുസ്ലിയാർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചാത്തന്റെ സേവ കിട്ടാൻ വേണ്ടി, കുട്ടിച്ചാത്തന്റെ സേവ കിട്ടാൻ വേണ്ടി 21 രാത്രികൾ അയാൾ ഉറക്കമുളച്ചിരുന്നു. വെളുപ്പിന് 4 മണി വരെ ഉറങ്ങാതെ ചാത്തൻ സേവ കിട്ടാൻ വേണ്ടി കാത്തിരുന്നു എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 21-ാമത് രാത്രി മുഴുവൻ അദ്ദേഹം ഉറക്കമുളച്ചിട്ട് 4 മണി ആയപ്പോൾ കറവയുള്ള എരുമയെ കൊണ്ടുപോയി പാലമരത്തിൽ കെട്ടിയിട്ട് ജപവും തപവും എടുത്ത് കാത്തിരിക്കുമ്പോൾ ചാത്തൻ വരുന്നത് അയാൾക്ക് കാണാം. ഇങ്ങനെ കയ്യിൽ ഒരു വടിയുമായി കുട്ടിയായിട്ടായിരിക്കുന്നതെന്ന് പറയുന്നത്. കുട്ടിച്ചാത്തൻ എന്ന് അതുകൊണ്ടാണ് അതിനെ വിശേഷിപ്പിക്കുന്നത്. ഒരു കുറിമുണ്ടനെ പോലെയാണ് അയാൾ നടന്നു വരുന്ന ഇവർക്ക് കാണാം. പാലമരത്തിൽ കൊണ്ടുപോയി വടി ചാരി വെച്ച് ഈ എരുമയെ കറന്ന് പാല് കുടിക്കാനായി അയാൾ പോകുമ്പോൾ ഇദ്ദേഹം പോയി ആ വടി കയ്യിലെടുത്ത്, ഇന്നു മുതൽ നീ എൻ്റെ അടിമ എന്ന് പറയുന്ന സമയം ചാത്തൻ ഇവരോട് കൂടെ കൂടും. പിന്നീട് ഇവർ എന്ത് പറഞ്ഞാലും ചാത്തൻ കേൾക്കും. ചാത്തൻ പറയുന്നതൊക്കെ ഇവരും കേൾക്കണം. എന്നും രാവിലെ എഴുന്നേറ്റ് കരിങ്കോഴിയെ കണ്ടിച്ച് അതിന്റെ ചോര കുടിക്കണം. ചാത്തൻ സേവ നിലനിൽക്കണമെങ്കിൽ എന്നും രാവിലെ. അപ്പൊ ഇവര് പറയുന്ന ഒരു 3:45 കഴിയുമ്പോൾ എഴുന്നേക്കും. അതിനുശേഷം കുളിച്ചൊരുങ്ങി 4 മണി 4:15 ചാത്തന് മുമ്പില് ഇങ്ങനെ കരിന്തിരി, എന്താ പറയുക, ചന്ദനത്തിരി, അതുപോലെ സാമ്പ്രാണിത്തിരികൾ എന്ന് പറയില്ലേ, അത്, പിന്നെ എണ്ണ, ഇതൊക്കെ പുതിയത് കൊടുക്കണം. പകുതി കത്തി തീർന്ന ഒന്നും വെക്കാൻ പാടില്ല, പുതിയത് തന്നെ കൊടുത്തുകൊണ്ടിരിക്കണം. എന്നും രാവിലെ അപ്പനെയോ അമ്മയെയോ ഭാര്യയെയോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെയൊക്കെ കാണുന്നതിന് മുമ്പ് ചാത്തനെ കാണണം. ഇങ്ങനെ കണ്ടെഴുന്നേറ്റ് കഴിയുമ്പോൾ ഇവർ പിന്നീട് കളരി നിരത്തി കബടി നിരത്തി കാര്യങ്ങൾ പറയുമ്പോൾ ചാത്തൻ പോയി അത് ചെയ്യും. അതാണ് പിശാചിന്റെ സേവ. പക്ഷേ അതൊക്കെ ചെയ്ത് അയാൾ അവസാനം മുടിഞ്ഞ് യേശുവിനെ രക്ഷിതാവായി ഏറ്റുകൊള്ളേണ്ടി വന്നു. കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കാം. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണം, ഇങ്ങനെ മായവിദ്യക്ക് പല പരിപാടികളുണ്ട്. കടിച്ച പാമ്പിനെ വിളിച്ചു വരുത്തി, സർപ്പം ഒരാളെ കൊത്തിയാൽ ഇതുപോലെ തന്നെ മന്ത്രവാദങ്ങൾ ചെയ്ത്, ഇങ്ങനെ എന്താ പറയുക, ഹോമകുണ്ടൊക്കെ നിരത്തി, സ്തോത്രം, ഇവര് മന്ത്രം ജപിക്കുന്ന സമയം കടന്നൽ കൂട്ടം പോലെ ഈ കടിച്ച പാമ്പിലേക്ക് പൈശാചിക ശക്തികൾ ചെല്ലും.
ഇത് പാമ്പ് കടിച്ചിട്ട് ഏതെങ്കിലും മരത്തിൽ തൂങ്ങിക്കിടക്കുമെന്നാ പറയുന്നത്. ഈ ഒരാൾ മരിച്ചാൽ അങ്ങനെ കടന്നൽ കൂട്ടം പോലെ ഈ ശക്തികൾ ചെന്ന് ഈ പാമ്പിനെ ആക്രമിക്കും. ഇത് തിരിച്ച് എഴഞ്ഞ് കടിച്ചയാളുടെ അടുക്കലേക്ക് വന്ന് കടിച്ചയാളുടെ കടിച്ച ഭാഗത്ത് വീണ്ടും അത് ആഞ്ഞുകൊത്തി ആ വിഷം വലിച്ചെടുത്ത് ഈ പാമ്പ് ആ തറയിൽ തന്നെ തല തല്ലി മരിക്കും. ഇതൊക്കെ മന്ത്രവാദത്തിലെ കടുത്ത പ്രയോഗങ്ങളാണ്. ഇതൊക്കെ ചെയ്തവർ മുച്ചോട് മുടിഞ്ഞുപോയി. ഹല്ലേലൂയ. എന്നാൽ തലമുറകളായി ഈ ബൈബിൾ എടുത്തവരെ ഒക്കെ നോക്ക്, അവരെയും അവരുടെ സന്തതികളെയും ദൈവം ഉയർത്തി. റിബലഘടകം അതാണ്. അന്യഭാഷ എല്ലാ ഭാഷയ്ക്കും മേലെയാ. പരിശുദ്ധാവി തരുന്ന ഭാഷ പേശിയ നീ മുടിയത്തില്ല, നിന്റെ തലമുറ മുടിയത്തില്ല. അത് നിനക്ക് ആശീർവാദമാണ്. റിബലഘടകണബലം, ഭിബാലഘടകണബലം, അന്തൽ ഖമാനബലം, വൈഡബലം, ഹർഷപ്രഭനബലം, മധുരഘടകണബലം. അതുകൊണ്ട് പരിശുദ്ധാവിനാൽ നിറപ്പപ്പെടട്ടു. യേശുവിന്റെ മഹത്വം, യേശുവിന്റെ മഹത്വം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരവ് ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാം. ദൈവകുഞ്ഞുങ്ങളെ, അതുകൊണ്ടാണ് അന്യഭാഷ എല്ലാ ഭാഷയ്ക്കും മേലെയാണെന്ന് പറയുന്നത്. ബാക്കി എല്ലാം കൊടുക്കുന്നത് പിശാചിന്റെ ആവികളാണ്. എന്നാൽ അന്യഭാഷ കൊടുക്കുന്നത് പരിശുദ്ധ ആവിയാണ്. അതുകൊണ്ടാ മായവിദ്യ പുസ്തകങ്ങൾ വരെ അവര് കൂട്ടിയിട്ട് എരിച്ചിട്ട് യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടതെന്ന് ബൈബിൾ പറയുന്നത്. ഈ തിരുവനന്തപുരം AG ചർച്ചിൽ നിന്ന് ഒരു സഹോദരി ഛത്തീസ്ഗഡിൽ നാരായൺപൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മിഷണറി ആയിട്ട് പോയി. അപ്പൊ അവരവിടെ ചെന്ന് നാരായൺപൂർ ഗ്രാമത്തില് താനും തന്റെ ഭർത്താവും 2 പിള്ളേരും ഉണ്ട്. കൊച്ചു പിള്ളേരാ. ഇവരുമായിട്ട് അവിടെ ഇങ്ങനെ സുവിശേഷം പറയാനായി ഗ്രാമത്തിൽ പോയപ്പോ അവരെല്ലാം കൂടെ ഇവരെ വളഞ്ഞു. നിങ്ങളെ ഞങ്ങൾ കൊല്ലുമെന്ന് പറഞ്ഞു. ഇവര് ഭാര്യയും ഭർത്താവും പിള്ളേരുമായിട്ട് ചെന്നതുകൊണ്ട് അവര് പറഞ്ഞു, നിങ്ങൾ കുടുംബവും ഈ കൊച്ചു പിള്ളേരൊക്കെയായി വന്നതുകൊണ്ട് ഞങ്ങൾ ഒരു ചെറിയ എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരാം. ഇന്നൊരു രാത്രി നിങ്ങൾക്ക് സമയം തരും. ഞങ്ങളുടെ ഇവിടെ 30 കൊല്ലമായിട്ട് തളർന്നു കിടക്കുന്ന ഒരാളുണ്ട്. നിങ്ങള് യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് ഈ രാത്രി അവരെ എഴുന്നേൽപ്പിക്കാമെങ്കിൽ ഞങ്ങൾ രാവിലെ ഗ്രാമം മുഴുവൻ യേശുവിനെ വിശ്വസിക്കാം. ഇല്ലെങ്കിൽ ഞങ്ങൾ രാവിലെ നിങ്ങളെ 4 പേരെയും കൊല്ലും. അപ്പൊ ഇയാള് ഭ്രാന്ത് പിടിച്ച് കിടക്കുക. അയാള് തളർന്നു കിടക്കുക, ഭ്രാന്തനുമാ, ചങ്ങലക്കിട്ടിരിക്കുക. എപ്പോഴാ വയലന്റ് ആവുന്നതെന്ന് ആർക്കും അറിയില്ല. ഇവരുടെ സ്വാമിമാരെല്ലാം ജപിച്ചു, എഴുന്നേറ്റില്ല. അങ്ങനെയാണ് ഇവര് പിടിച്ച് ഈ ഭ്രാന്തന്റെ മുറിയിലേക്ക് കയറ്റി ഇവരെ വാതിലടച്ചു. ഞാൻ ഛത്തീസ്ഗഡിലൊക്കെ പോയിട്ടുണ്ട്. അവിടെയൊക്കെ ഉള്ളിലേക്കൊക്കെ പോയാൽ പിന്നെ പുറം ലോകം കാണില്ല ആരെയിലൊക്കെ പിടിച്ച. കരമേർത്ത് ഞങ്ങളുടെ ഒരു ദൈവദാസൻ അവര് ഇതുപോലെ ട്രാക്ട് കൊടുക്കാൻ പോയപ്പോ യവന്മാര് പിടിച്ചു. അവന്മാരെ പിടിച്ചേച്ച് ഇവരെ അറസ്റ്റ് ചെയ്ത് അകത്താക്കി. എന്നിട്ട് അവരെല്ലാം കൂടെ കൂടിയേച്ച് മണ്ണെണ്ണ മേടിക്കാൻ പോയി. ഇവരെ മണ്ണെണ്ണയല്ല, പെട്രോൾ മേടിക്കാൻ പോയി. കുറച്ച് ദൂരെയാ പമ്പ്. കന്നാസ് കണക്കിന് പെട്രോള് ഇവരുടെ മേൽ ഒഴിച്ച് പച്ചയ്ക്ക് കത്തിക്കാൻ ഇവർ പെട്രോൾ മേടിക്കാൻ പോയപ്പോ പെട്ടെന്ന് അവിടെയുള്ള ഒരാളുടെ ഉള്ളത്തോട് ദൈവം ഇടപെട്ടിട്ട് അയാള് പെട്ടെന്ന് വന്നേച്ച് ആരും അറിയാതെ പുറകിലൂടെ ഇവരെ ഇറക്കി വിട്ടുപൊക്കോ, ഈ ഏരിയ കാണരുത്, അവിടെ കൂട്ടം നടക്കുക, നിങ്ങളെ പെട്രോൾ ഒഴിച്ച് കൊല്ലാനാ, പെട്രോൾ മേടിക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ രക്ഷപ്പെടുത്തി. ഇവര് ഓടിയെന്ന് പറഞ്ഞ് നിന്ന നിപ്പിൽ ഓടി. അങ്ങനെ രക്ഷപ്പെട്ട് പുറത്ത്. അപ്പൊ ഇതൊക്കെ ഞാനും അവിടെ പോയിട്ടുണ്ട്, അതുകൊണ്ടായി പറയുന്നത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയും. അപ്പൊ ദൈവമക്കളെ, ഞാനീ പറയുന്നത് ഇവരെ ഇങ്ങനെയാ ചെയ്തേ. ഭ്രാന്തന്റെ മുറിക്കകത്തോട്ട് കയറ്റി ഈ ഭാര്യയും ഭർത്താവിനെയും 2 പിള്ളേരെയും. എന്നിട്ട് അവര് കതക് പൂട്ടി. എന്നുവെച്ച് പറഞ്ഞു, എഴുന്നേപ്പിക്കാമെങ്കിൽ ഞങ്ങൾ വിശ്വസിക്കാന്ന് പറഞ്ഞു. ഇതുങ്ങൾ രാത്രി പ്രാർത്ഥന തുടങ്ങി. 10:30 ആയപ്പോഴേക്കും പിള്ളേർ അങ്ങ് ഉറങ്ങിപ്പോയി. ഇതുങ്ങൾ രാത്രി 12 മണി വരെ പ്രാർത്ഥിക്കുക. 12 മണി ആയപ്പോ ദൈവാത്മാവ് പറഞ്ഞു, നിങ്ങൾ ഭയപ്പെടേണ്ട, രാവിലെ 5 മണിക്ക് ആ ഭ്രാന്തനെ ഞാൻ സുഖാക്കുമെന്ന് പറഞ്ഞു. ദൈവാത്മാവ് ഇടപെട്ടു. ഇവർക്ക് ഉറക്കം വന്നില്ല. ഇവരെ 5 മണി വരെയും പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഇയാൾ എഴുന്നേറ്റില്ലെങ്കിൽ ഇവരുടെ കഴുത്ത് പോവും. പിറ്റേന്ന് രാവിലെ 4 പേരെ ഇവർ കൊല്ലും. അങ്ങനെ 5 മണി ആയപ്പോൾ ദൈവാത്മാവ് പറഞ്ഞതുപോലെ ആ ഭ്രാന്തനിൽ നിന്ന് പിശാച് വിട്ടുപോയി. ബൈബിളിൽ ഒരു വാക്യമുണ്ട്, ഉപവാസത്താലും ജപത്തിനാലും അല്ലാതെ ഈ ജാതി പിശാച്
പ്രാർത്ഥിക്കാൻ, ഉപവസിക്കാൻ, ആവിയിൽ നിറയാൻ ഒരാളുണ്ടെങ്കിൽ ഇന്നും നമ്മുടെ ഭവനത്തിൽ ദേവൻ ഇറങ്ങി വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഈ പൊരുത്തന കൂട്ടവും ജപവും ഒന്നും വീണായി പോകില്ല. ഇതിന് കർത്തർ വിടുതൽ തരും. നമ്പിക്കുള്ളവർ കരമുയർത്തി ഹല്ലേലൂയ പറയും. ആ മനുഷ്യനിൽ നിന്ന് സാത്താൻ പോയി. അയാള് സുബോധമായി. അങ്ങനെ പിറ്റേന്ന് രാവിലെ ഗ്രാമത്തിലുള്ളവർ വന്ന് നോക്കിയപ്പോ ആള് സുഖമായിരിക്കുന്ന കണ്ടു. അവർ യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടു. ഛത്തീസ്ഗഡ് നാരായൺപൂരിലുള്ളവര് യേശുവെ രക്ഷിതാവായി ഏറ്റുകൊണ്ടു. അപ്പൊ അവരുടെ പൂജാരിമാർക്ക്, സ്വാമിമാർക്ക് ഇത് നാണക്കേടായി. ഇവരാരും നോക്കിയിട്ട് നടന്നില്ല. ഒരാള് യേശുവിനെയും കൊണ്ട് വന്നു. ഒറ്റ രാത്രി കൊണ്ട് വിടുതൽ നടന്നപ്പോ പൂജാരിമാര് ഈ ജനത്തെ കൂട്ടിവെച്ച് പറഞ്ഞു, നമ്മുടെ ദൈവം തന്നെയാ വലിയ ദൈവം. ഇവളിലുള്ള ദൈവത്തെ ഇപ്പൊ നമ്മുടെ ദൈവത്തിന്റെ ശക്തിയാൽ നമ്മൾ തകർത്ത് കളയാൻ പോവുക എന്ന് പറഞ്ഞ് ഈ സഹോദരിയെ പിടിച്ച് ഈ ജനം കാണെ ഒരു വൃത്തം വരച്ച് അതിന് നടുക്ക് നിർത്തി. എന്നിട്ട് ഇവരുടെ സ്വാമിമാരെല്ലാം കൂടി പൂവും പൂജയും രക്തവുമായി ആമൻ ഈ സഹോദരിയുടെ അടുക്കലേക്ക് അടുക്കാൻ തുടങ്ങിയപ്പോ പരിശുദ്ധാവി പറഞ്ഞു, നീ ഒന്നും ഭയപ്പെടണ്ട, ഒന്നും മിണ്ടുകയും വേണ്ട, ഉള്ളിൽ അന്യഭാഷ പറഞ്ഞുകൊണ്ട് നിൽക്കാൻ പറഞ്ഞു. ഈ സഹോദരി അന്യഭാഷ പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോ ഉറഞ്ഞു തുള്ളി വന്ന ഒന്നാമത്തവൻ തെറിച്ചു വീണു. രണ്ടാമത്തെ ആളും കയ്യിൽ താലവും ഏന്തി ആമൻ മന്ത്രവും ജപിച്ച് ഉറഞ്ഞു തുള്ളി വന്നപ്പോ അയാളും തെറിച്ചുപോയി. രണ്ടുപേര് കൺമുമ്പിൽ തെറിച്ചു വീണു. മൂന്നാമത്തെ അവരുടെ പ്രധാന പൂജാരി ദാദാ എന്ന് പറയും, അയാൾ കയ്യിൽ താലമേന്തി പൈശാചിക ശക്തികളെ ആവാഹിച്ച് ഈ സഹോദരിയുടെ കളത്തിനടുത്തു വന്നതും മുട്ടിടിച്ചു താഴെ വീണു. സ്തോത്രം. ഈ മൂന്നാമത്തെ ആള് പ്രായമുള്ള ആളാ. അപ്പൊ ഈ സഹോദരി പെട്ടെന്ന് അപ്പനെ പോലെ കണ്ട് ആമേൻ ഇയാൾ താഴെ വീണപ്പോ ദാദാ എഴുന്നേൽക്കെന്ന് പറഞ്ഞ് കൈ കൊടുത്തു. അയാൾ എഴുന്നേറ്റ് ഈ ജനത്തിന് നടുവിൽ ഇവളുടെ മുമ്പിൽ കൈകൂപ്പിയച്ച് പറഞ്ഞു, ഞങ്ങൾ ഇത്രയും പേർ ഒന്നിച്ച് നമ്മുടെ ദൈവത്തെ ആവാഹിച്ചിട്ടും ഇവളോട് അടുക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ നമ്മുടെ ദൈവങ്ങളൊന്നുമല്ല, ഇവളുടെ ദൈവമാണ് ഉണ്മയുള്ള ദൈവം. റിബലഘടകം അന്യ ഭാഷയിൽ നീ ജപിക്കാൻ തുടങ്ങിയ മായവിദ്യ പുസ്തകങ്ങൾ വരെ ചുട്ടുകളയും അളവിൽ ഇന്നും ദേവനുടെ കരം ഇറങ്ങും. ആവിയിൽ ജപം പണ്ണട്ടെ. വൈഡഘടകണബലം, അന്ധൽഗമനഘടകം, ദിവാലഘടകണബലം. എത്ര പേർ ഒപ്പുകൊടുത്ത് ജപം പണ്ണു? ആവിയിനാലെ നമുക്ക് ജപിക്കാം. വൈഡഘട്ടണബല, വേദഘട്ടണബല, റിബലഘടകണബല, ഹന്തരഘടകണബലബ, വൈഡബൗഡ നബൽ കമന, ദീപഘട്ടണബല ഘടക, റൈദഘടക, വൈഡഘട്ടണബല, വേദഘട്ടണബല, ഹത്തുകാദർ, അന്തൽ ഗമനബല, ഹസ്തഘടകണബലബ. യേശുവിന്റെ നാമത്തിൽ ദേവനുടെ മഹിമേ, ദേവനുടെ മഹിമേ, ദേവനുടെ മഹിമ ഇറങ്ങി വരട്ടും. വൈഡബലം, ഹർഷപ്രഭനബലം, അന്തരാധരം, ദീപൽഖമാനബലം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. അതുകൊണ്ട് ഈ വചനം കേൾക്കുന്ന എന്റെ സഹോദരങ്ങളെ, നിങ്ങൾ തളരരുത്. നിങ്ങളുടെ ഭവനങ്ങളിൽ നിങ്ങൾ അന്യഭാഷകളിൽ ആരാധിക്കണം. നമുക്കെതിരെ ചെയ്തു വെച്ച എല്ലാ അന്ധകാര ക്രിയകളെയും ദൈവം അഴിച്ചുകളയും. ചെയ്തവർ വരെ ദൈവത്തെ വിളിക്കുമളവിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. നിനക്കും നിന്റെ കുടുംബത്തിനും നിന്റെ സഭയ്ക്കും ദേശത്തിനും എതിരെ പിശാച് കെട്ടിയ മുഴുവൻ കെട്ടുകളും പരിശുദ്ധ ആവിയിൽ ജപിക്കുമ്പോ ദേവൻ അഴിച്ചുകളയും. എത്ര പേർ ഒപ്പുകൊടുക്കും? എത്ര പേർ ഒപ്പുകൊടുക്കും? ദേവനുടെ മഹിമ ഇറങ്ങ പോകയാ. കർത്തരിൻ കരം വെളിപ്പെട പോകയാ. അഗ്നി അഭിഷേകം വെളിപ്പെട പോകയാ. യേശുവിന്റെ നാമത്തിൽ യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറയാ. അതുകൊണ്ട് നമ്മൾ ആ പാട്ട് തന്നെ പാടി ആവിയിൽ ആരാധിക്കാൻ പോവുക. ഈ ആരാധനകൾ നടക്കുമ്പോ ഭവനത്തിൽ ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ഹല്ലേലൂയ. ഈ 3 നാൾ കൂട്ടത്തിൽ കർത്തർ ഉങ്ങളെ വീണ്ടും നിറയ്ക്കും. അഭിഷേകത്തിന്റെ ഇരട്ടി പങ്ക് ദൈവം നമുക്ക് തരും. നമ്മുടെ ജപവാഴ്ക്കയെ ദൈവം ഇരട്ടിപ്പിക്കും. ഈ നാൾക്കളിലെ ജപങ്ങളുടെ മധ്യേ കർത്തരിൻ അഗ്നി ഇറങ്ങി വരും. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിൽക്കാം. ആ പാട്ടിന്റെ ചില വരികൾ തന്നെ ഒന്നുകൂടെ പാടി നമുക്ക് കർത്തരെ ആരാധിക്കാം.